ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ചെട്ടിനാടുകാരുടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കറിയാണിത്. ഇത് നമ്മളുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് പ്രോസസ്സ് കൂടുതലുണ്ടെങ്കിലും വളരെ ഡെലീഷ്യസ് ആണ് ഈ കറി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരി, പൊറോട്ട, പിന്നെ അതുപോലെ ചോറിൻ്റെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആണ് വേണ്ടത്. വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മല്ലി, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു 8 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ എല്ലാ മസാലകളും ഇപ്പോൾ എടുത്ത ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് മുളകും ഒന്ന് മുറിച്ചിടുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അതായത് ലോ ഫ്ലെയിമിൽ വേണം, കൂടുതൽ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാതെ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊടുത്ത് ചൂടാക്കുക. അതിനുശേഷം തണുപ്പിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ടിത് മാറ്റി വയ്ക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ മസാല. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്തിട്ട് അതൊന്ന് തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഫ്രൈ ചെയ്യേണ്ട, നിറം മാറുകയും വേണ്ട. തേങ്ങയുടെ വെള്ളം, അതായത് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാവരുത്. അതുവരെ ഒന്ന് വറ്റിക്കൊടുത്ത് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതും നന്നായിട്ട് അരച്ചെടുക്കണം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ, അതായത് 500 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് 2 ടീസ്പൂൺ മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കുക. ഞാൻ റോസ്റ്റ് ചെയ്ത മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടീസ്പൂൺ മസാല ഞാനിപ്പോൾ ഈ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ചിക്കന് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുക. ഞാനൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടാണ് പിഴിഞ്ഞ് ചേർക്കുന്നത്. അത് ഏകദേശം 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരുണ്ടാവും. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടി ചിക്കൻ പീസസിൽ നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നാലേ ഇത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക കേട്ടോ. എന്നിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 മീഡിയം സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകും. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. ഒന്ന് പതുക്കെ സോട്ടായാൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കണ്ടൻറ്റ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ മറന്നുപോയി. അത് എണ്ണ ചൂടാവുമ്പോഴേക്കും ആദ്യം ചേർക്കേണ്ടതാണിത്. വലിയ ജീരകം 1 ടീസ്പൂൺ. ഇതാണ് ഇവരുടെ ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് വരുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇത് എണ്ണയിൽ കിടന്ന് പൊട്ടണം. അതിന് ശേഷമാണ് ഈ സവാള ചേർക്കുന്നത്. ഞാനത് മറന്നുപോയതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഞാനത് നടുക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഈ സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങളിത് എണ്ണ ചൂടാകുമ്പോൾ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് പൊട്ടിച്ചിട്ട് സവാള ചേർത്ത് വഴറ്റുക കേട്ടോ.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ട് ചതച്ചത് ചേർക്കുക. പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, പേസ്റ്റ് ആയാലും നല്ലതാണ്. നമ്മൾ പേസ്റ്റാക്കിയ ജിഞ്ചർ ഗാർലിക് ആയിരിക്കണം, കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കരുത്. നമ്മൾ ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുത്ത ജിഞ്ചർ ഗാർലിക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക, ഇളക്കി കൊടുത്ത്. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റും. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടോ? തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും കാണുന്നില്ല, എല്ലാം നന്നായിട്ട് കുക്കായി. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള തക്കാളിയൊക്കെ വഴറ്റിയ ആ മസാലയിൽ ഈ ചിക്കൻ പീസസ് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്നത് വരെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ചിക്കൻ വേകാനുള്ള വെള്ളം വേണം. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് ഗ്രേവിയുമായിട്ട് തേങ്ങ അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ കുറച്ച് ഇപ്പോൾ ചേർക്കണം. അപ്പോൾ ഇത് തേങ്ങ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച നമ്മളുടെ റോസ്റ്റഡ് മസാലയില്ലേ, അത് ഒരു 1.5 ടീസ്പൂൺ കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇറച്ചിയുടെ അളവനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 kg ചിക്കനുള്ള മസാലപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ. ചിക്കൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടുക, മസാലപ്പൊടികളും കൂടുതൽ എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ അനുസരിച്ചുള്ള ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് പോരാത്ത ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ്. 1 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് വേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുക. നന്നായിട്ട് ഫ്രഷ് വേപ്പില തൂവി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് കറിയിൽ ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായി, പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വലിയ ജീരകത്തിൻ്റെയും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത മസാലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഉണ്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ചെട്ടിനാടൻ ചിക്കൻ കറി. അവരുടെ മറ്റ് കറികളും ഡിഷസും ഒക്കെ വളരെ ഡെലീഷ്യസ് ആണ്. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ചെട്ടിനാടൻ ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ഡിഷാണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.